ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിന് വേണ്ടി അർജന്റീന ഇന്ന് കളിക്കളത്തിലേക്ക് എത്തുകയാണ്. എതിരാളികൾ ഈജിപ്താണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ മത്സരം നടക്കുക. മത്സരത്തിൽ മെസ്സിയും സംഘവും ഈജിപ്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഓൺ ടൈം സ്പോർട്സ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഈജിപ്തിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അർജന്റീനയെ പരാജയപ്പെടുത്താൻ വേണ്ടി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു പ്രത്യേക തയ്യാറെടുപ്പ് അവർ നടത്തിയിട്ടുണ്ട്. അതായത് ഈ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അത് ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. എന്നിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീനയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ഒരു പ്ലാൻ. അതുകൊണ്ട് തന്നെ ദീർഘനേരം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ ട്രെയിനിങ് നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പെനാൽറ്റിയിൽ ഒരു സ്പെഷ്യൽ തയ്യാറെടുപ്പ് അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഓൺ ടൈം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അവരുടെ പരിശീലകനായ ഹൊസാം ഹസൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മെസ്സിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഈജിപ്ത് കോച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ വേൾഡ് കപ്പിലേക്ക് വന്നതും ഈ സ്റ്റേജ് വരെ യോഗ്യത നേടിയതും എതിരാളികൾ ആരാണ് എന്ന് നോക്കാതെ കളിക്കാൻ വേണ്ടിയാണ്. മെസ്സി എന്ന ഇതിഹാസം അവർക്കൊപ്പമുണ്ട്. പക്ഷേ ഞങ്ങൾ മെസ്സിയിൽ ശ്രദ്ധ നൽകുന്നില്ല. എതിർ ടീമിലെ താരങ്ങളുടെ പേരിലേക്ക് ചുരുങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കില്ല. ഇതാണ് ഈജിപ്തിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എതിർ ടീമിലെ ഏതൊക്കെ താരങ്ങൾ കളിക്കുന്നു, ആരൊക്കെയുണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, മറിച്ച് ഈജിപ്തിൻ്റെ പ്രകടനത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു താരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല എന്നൊക്കെയാണ് ഈജിപ്തിൻ്റെ പരിശീലകനായ ഹൊസാം ഹസൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നല്ല വർദ്ധിത വീര്യത്തോടു കൂടി അർജന്റീനക്കെതിരെ പൊരുതാൻ വേണ്ടിയായിരിക്കും ഈജിപ്ത് ഈ മത്സരത്തിൽ ഇറങ്ങുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര വലിയ മികവൊന്നും പുലർത്താൻ ഈജിപ്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തേത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ആരാധകർ നല്ല ഒരു ഫൈറ്റ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.